الحمد لله الواحد القهار المهيمن الغفار والعزيز الجبار مكبر الليل على النهار تبصرة لأولي القلوب والأبصار وتذكرة لذوي الأفهام والاعتبار نحمده أبلغ حمد وأزكى وأشمله وأسمى اللهم صل على سيدنا محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وكما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الكلام كلام وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. الذين آتيناهم الكتاب من قبله هم به يؤمنون وإذا يتلى عليهم قالوا آمنا به إنه الحق من ربنا إنا كنا من قبله مسلمين. أولئك يؤتون أجرهم مرتين بما صبروا ويدرؤون بالحسنة السيئة ومما رزقناهم ينفقون وإذا سمعوا اللغو أعرضوا عنه قالوا لنا أعمالنا ولكم أعمالكم سلام عليكم لا نبتغي الجاهلين. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ കിതാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യാൻ നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടവും തൃപ്തിയും സംരക്ഷണവും ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ സവിശേഷ ശ്രദ്ധയാകർഷിക്കേണ്ടുന്ന സംഭവമാണ് മക്കയിൽ നിന്ന് മുസ്ലിം സഹോദരന്മാർ നടത്തിയ അബിസീനിയൻ പലായനം. മക്കയിൽ ഖുറൈശികളുടെ പീഡനങ്ങൾ ശക്തിപ്പെട്ടു വന്ന ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും സ്വഹാബികളോട് എത്യോപ്യയിലേക്ക് ഹിജ്റ ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇദ്ഹബൂ ഇലൽ ഹബ്ശ, നിങ്ങൾ ഹബ്ശയിലേക്ക് പോവുക. ഫഇന്ന ബിഹാ മലികൻ ലാ യുദ്ലമു ഇൻദഹു അഹദ്, അവിടെ നല്ല ഒരു രാജാവുണ്ട്, അത് സത്യമുള്ള മണ്ണാണ്. വഹിയ ആഖു സിദ്ഖിൻ ഹത്താ ജഅലല്ലാഹു ലക്കും മഖ്റജൻ മിമ്മാ അൻതും ഫീ, അവിടെ ആരും ദ്രോഹിക്കപ്പെടുകയില്ല. നിങ്ങൾ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഈ പീഡനമർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതുവരെ നിങ്ങൾക്ക് അതൊരു അഭയകേന്ദ്രമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തുവർഷം 615 പേരും 617 മറ്റൊരു വലിയ സംഘവും, ഏതാണ്ട് 100 പേരടങ്ങുന്ന വലിയ ഒരു സംഘവും എത്യോപ്യയിലേക്ക് ഹിജ്റ പോകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഹിജ്റയാണ്. ജിദ്ദയിൽ നിന്ന് കപ്പൽ കയറിയാണ് അവർ യാത്ര പുറപ്പെട്ടത്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിജ്റ ഒരു പരാജയമായി. മുസ്ലിങ്ങളെ തടഞ്ഞു വെച്ച് വളഞ്ഞിട്ട് പീഡിപ്പിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്ന സന്ദർഭത്തിലാണ് മറ്റൊരു മണ്ണിലേക്ക് അവർ അഭയം തേടിപ്പോകുന്നത്. അത് മക്കയെയും ഖുറൈശികളെയും സംബന്ധിച്ച് മറ്റൊരു രാജ്യത്ത് അവർക്ക് അപമാനകരമായ ഒരു സത്യം പ്രചരിക്കുവാൻ കാരണമായി തീരും. രണ്ടാമത്തേത്, മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു എന്ന ദുഃഖം. എങ്ങനെയും അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഖുറൈശികൾ അബ്ദുല്ലാഹി ഇബ്നു റബീഅയെയും അംർ ഇബ്നുൽ ആസിനെയും നിശ്ചയിച്ചു. മുസ്ലിങ്ങൾക്ക് പിന്നാലെ അബ്ദുല്ലാഹി ഇബ്നു റബീഅയും അംർ ഇബ്നുൽ ആസും എത്യോപ്യയിലേക്ക് പുറപ്പെട്ടു. മക്കയിൽ നിന്ന് വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായാണ് അവർ യാത്ര പോയത്. അവർ എത്യോപ്യയിൽ ചെന്നു. മന്ത്രിമാരെയും ക്രൈസ്തവ പാതിരിമാരെയും നേതാക്കന്മാരെയും കണ്ടു.
എല്ലാ ഒരുക്കങ്ങളോടും കൂടി അവർ നജാഷി രാജാവിന്റെ കൊട്ടാരത്തിലെത്തി പരാതി ബോധിപ്പിച്ചു. ദേശദ്രോഹികളായ മതനിന്ദകരായ ഒരു സംഘം മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് വന്നിട്ടുണ്ട്. അവർ ഞങ്ങളുടെ രാജ്യത്തെ അക്രമം ചെയ്തവരാണ്, ഞങ്ങളുടെ മതത്തെ നിഷേധിച്ചവരാണ്, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്നാണ് ഈ ഖുറൈശി ദൗത്യ സംഘം ആവശ്യപ്പെട്ടത്. നജാഷി രാജാവ് തന്റെ നാട്ടിലെത്തിയ മുസ്ലിംകളെ വിളിച്ചു വരുത്തി. ഖുറൈശികളുടെ പരാതിയെക്കുറിച്ച്, ഈ ദൗത്യ സംഘത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് മുസ്ലിംകളോട് ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് മക്കയിൽ നിന്ന് പോകുന്നത്? നിങ്ങൾ ഇവർ പറയുന്ന മതനിന്ദ, മതനിഷേധം എന്താണ്? എല്ലാ വിശദാംശങ്ങളും നജാഷി രാജാവ് ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി സഹാബികളുടെ ആ സംഘത്തിന്റെ തലവൻ ജഅഫർ റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം തന്നെ നടത്തി. ചരിത്രത്തിൽ ഖുത്ബത്ത് ജഅഫറിന്റെ പ്രഭാഷണം, നജാഷിയുടെ കൊട്ടാരത്തിലെ ജഅഫറിന്റെ പ്രഭാഷണം എന്ന പേരിൽ ചരിത്രത്തിൽ അത് പ്രസിദ്ധമാണ്. ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരായിരുന്നു, എല്ലാതരം ജീവനുകൾക്കും അടിപ്പെട്ടവരായിരുന്നു. ആ ഇടക്കാൽ അല്ലാഹുവിന്റെ കാരുണ്യം ഞങ്ങളെ വന്ന് പൊതിയുന്നത്. ഞങ്ങളിലേക്ക് ഒരു പ്രവാചകൻ ആഗതനായി. അദ്ദേഹം തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിത രീതിയും സംസ്കാരവും ഞങ്ങളെ പഠിപ്പിച്ചു. നല്ല ഒരു ജീവിതം ഞങ്ങളെ പരിശീലിപ്പിച്ചു. ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ നജാഷി ചോദിച്ചു, എന്താണ് ആ ഖുർആൻ? അതിന്റെ ഒരു ഭാഗം എന്നെ കേൾപ്പിക്കൂ. ജഅഫർ റളിയല്ലാഹു അൻഹു സൂറത്തു മറിയമിലെ ഏതാനും ആയത്തുകൾ നജാഷിയുടെ കൊട്ടാരത്തിൽ ഓതി കേൾപ്പിച്ചു. അത് നജാഷിയും മന്ത്രിമാരും ക്രൈസ്തവ പാതിരിമാരും ആ കൊട്ടാരത്തിൽ കൂടിയിരിക്കുന്ന എല്ലാവരും അത് കേട്ടു. ആ സൂറത്തു മറിയമിലെ ഭാഗം കേട്ടതോടെ നജാഷി രാജാവ് പറഞ്ഞു, ദൈവമാണ് സത്യം. ബൈബിളും ഈ ഓതിക്കേൾപ്പിക്കപ്പെട്ട ഖുർആൻ സൂക്തങ്ങളും ഒരേ കേന്ദ്രത്തിൽ നിന്നുള്ള, ഒരേ ദാനിൽ നിന്നുള്ള വെളിച്ചമാണ്. ഖുറൈശികളോട് നജാഷി പറഞ്ഞു, ഇവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരില്ല, ഇവരിവിടെ താമസിക്കട്ടെ. അങ്ങനെ രാജസദസ്സ് തിരിച്ചു. പക്ഷെ ഖുറൈശികൾ തിരിച്ചു പോകാൻ സന്നദ്ധരായിരുന്നില്ല. അതവർക്കൊരു പരാജയമായി. അവർ വീണ്ടും മന്ത്രിമാരെയും പാതിരിമാരെയും കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ രാജാവിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം, മുസ്ലിംകളെ വിട്ടുതരാൻ. രണ്ടാമത്തെ ദിവസം വീണ്ടും രാജസദസ്സ് ചേർന്നപ്പോൾ ഖുറൈശി സംഘം പുതിയ ഒരു പരാജയമായി വന്നു. നിങ്ങൾ ഞങ്ങളുടെ മതത്തെ മാത്രമല്ല, നിങ്ങളുടെ മതത്തെയും നിന്ദിക്കുന്നവരാണിവർ, അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. നജാഷി ചോദിച്ചു, അതെന്താണ്? അവർ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ, നിങ്ങളുടെ ദൈവപുത്രനായ യേശുവിനെ കുറിച്ച് ഇവർക്കുള്ള വിശ്വാസം എന്താണ് എന്ന് ചോദിക്കൂ. സ്വാഭാവികമായും മുസ്ലിംകളുടെ മറുപടിയിൽ നജാഷിയും പാതിരിമാരും പ്രകോപിതരാകും എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. കാരണം നജാഷിക്കും ക്രൈസ്തവ സമൂഹത്തിനും ഉള്ള വിശ്വാസമല്ലല്ലോ യേശുവിനെ കുറിച്ച് മുസ്ലിംകൾക്ക് ഉള്ളത്. നജാഷി ചോദിച്ചു, എന്താണ് യേശുവിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം? ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹി വറസൂലുഹു. യേശു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകനും അല്ലാഹുവിന്റെ ദാസനുമാണ്. ആ മറുപടി നജാഷിയെ പരിപൂർണമായി തൃപ്തിപ്പെടുത്തി. അദ്ദേഹം നിലത്ത് നിന്ന് ഒരു കൊള്ളിക്കഷ്ണം എടുത്തിട്ട്, ഒരു ചെറിയ മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് പറഞ്ഞതും ഇതും ഒരുപോലെയാണ്, അഥവാ ഇതെത്രമാത്രം സത്യമാണോ അതുപോലെ സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഖുറൈശികളെ നിങ്ങൾക്ക് തിരിച്ചു പോകാം. മുസ്ലിങ്ങളോട് പറഞ്ഞു, ഇതാവൂ ഫാൻസും മാലിന്യത്തി, നിങ്ങൾ എന്റെ രാജ്യത്ത് നിർഭയരായി ജീവിച്ചുകൊള്ളുക, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. അങ്ങനെ നജാഷി ഖുറൈശികളെ തിരിച്ചയച്ചു. മുസ്ലിങ്ങൾക്ക് ആ രാജ്യത്ത് താമസിക്കുവാൻ സംരക്ഷണം നൽകുകയും ചെയ്തു. ഈ ചരിത്ര സംഭവം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒട്ടും പുതുമയില്ലാത്ത ഒന്നാണ്. പക്ഷേ ആ ചരിത്ര സംഭവത്തെ കുറിച്ച് സമകാലിക സാഹചര്യത്തിൽ മുമ്പിൽ വെച്ചുകൊണ്ട് ശരിക്കും നമ്മൾ ആലോചിച്ചു നോക്കണം. പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ അബ്ദീനിയ കലായനത്തെ വിലയിരുത്തി നോക്കുക. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സത്യം വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ, ഇസ്ലാമിനെ അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം. അവർ തീരെ ദുർബലരല്ല. കായിക ശേഷിയുണ്ട്,
സാക്ഷികളാകാം. അപ്പോൾ ഷഹാദത്തിന്റെ പ്രതിഫലം ലഭിക്കും. ഖുറൈശികളോട് ഏറ്റുമുട്ടി അവർക്ക് രക്തസാക്ഷികളാകാം. അപ്പോഴും ഷഹാദത്തിന്റെ പ്രതിഫലം ലഭിക്കും, അല്ലെങ്കിൽ വിജയിക്കാം. പക്ഷേ എന്താണ് മുസ്ലിംകൾ ചെയ്തത്? നബി എന്താണ് അവരോട് ആവശ്യപ്പെട്ടത്? പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ സംഭവത്തെ വിലയിരുത്തിയാൽ ഭീരുത്വത്തോടു കൂടിയ ഒരു ഒളിച്ചോട്ടമായി ഇതിനെ വേണമെങ്കിൽ കാണാൻ കഴിയും. ശത്രുവിനോട് എതിരിടാൻ നിൽക്കാതെ എന്തിനാണ് മുസ്ലിംകൾ ഒളിച്ചോടുന്നത്? ഈ ഒളിച്ചോടി അഭയം ആവശ്യപ്പെടുന്നത്, അഭയം തേടുന്നത് ഒരു മുസ്ലിം രാജ്യത്തല്ലല്ലോ. ഒരു ക്രൈസ്തവ രാജാവിന്റെ കീഴിൽ ഒരു ക്രൈസ്തവ രാജ്യത്താണ് അവർ അഭയം തേടുന്നത്. മുസ്ലിംകൾ എന്തിനാണ് അവരുടെ മതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു ക്രൈസ്തവ രാജ്യത്ത് രാജാവിനോട് അഭയം തേടി പോകുന്നത്? മൂന്നാമത്, ചുരുങ്ങിയ മുസ്ലിംകൾ പ്രതിരോധിക്കാൻ നിൽക്കേണ്ടിയിരുന്നു. പ്രതിരോധിക്കാൻ നിൽക്കാതെ എന്തിനാണ് ജഅഫറും സംഘവും പ്രസംഗിക്കാൻ പോയത്? ഇങ്ങനെയൊക്കെ പ്രത്യക്ഷത്തിൽ വിലയിരുത്താവുന്ന ഒരു സംഭവമാണിത്. എന്നാൽ വളരെ ബുദ്ധിപൂർവകമായി വിവേകത്തോടുകൂടി ഈ സംഭവത്തെ സമീപിച്ചാൽ ഒരുപാട് പാഠങ്ങൾ നമുക്കിതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയും. ഏതൊരു കാലഘട്ടത്തിലെയും മുസ്ലിം സമൂഹത്തിന് മുന്നോട്ടുള്ള വഴി കാണിക്കുകയാണ് ശരിക്കും അബസീനിയൻ പലായനം ചെയ്യുന്നത്. മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മതിൽക്കെട്ടുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന തിരമാലകൾ പോലെ അടിച്ചുയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളെ, പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെയാണ് വിജയത്തിന്റെ വഴിയാക്കി മാറ്റേണ്ടത് എന്നാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന്, മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഭീഷണികളിൽ നിന്ന് ഒരു നല്ല ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം, സൃഷ്ടിച്ചെടുക്കാം. ഇതാണ് അബസീനിയൻ പലായനം നമുക്ക് പകർന്നു തരുന്ന വലിയ പാഠം. വർത്തമാനകാല മുസ്ലിം സമൂഹത്തിന്റെ, ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിൽ അബസീനിയൻ പലായനം ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിൽ ഒന്നാമത്തേത്, അത് പൂർണ്ണമായി വിശദീകരിക്കുക, വിശദാംശങ്ങളോടുകൂടി അവതരിപ്പിക്കുക നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ സാധ്യമാകുന്നതല്ല. നമ്മൾ ഈ ചരിത്രത്തെ, ഇതുപോലെയുള്ള ഒരുപാട് ചരിത്രങ്ങളെ ഇന്ത്യയുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ലോകത്തിന്റെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വായിക്കാനും പഠിക്കാനും പുനർവായനക്ക് വിധേയമാക്കാനും നമുക്ക് കഴിയണം. അതിൽ ഒന്നാമത്തെ പാഠം, ഇസ്ലാം അബസീനിയയിൽ പ്രചരിക്കുവാൻ ആരംഭിച്ചു എന്നതാണ്. അബസീനിയയിലേക്കുള്ള ഹിജ്റയുടെ ഒന്നാമത്തെ നേട്ടം അതാണ്. ഇസ്ലാമിന്റെ പ്രബോധനം സാധ്യമായി. അതുവരെ മക്കയിലും മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിലും മാത്രമായിരുന്നു ഇസ്ലാമിന്റെ പ്രബോധനത്തിന് അവസരം ഒരുങ്ങിയിരുന്നത്. എന്നാൽ ഈ ഹിജ്റയോടുകൂടി, ഹിജ്റയ്ക്ക് ശേഷം സമാധാനപൂർണമായി മുസ്ലിംകൾക്ക് എത്യോപ്യയിൽ താമസിക്കുവാൻ നജ്ജാശി അനുവാദം കൊടുത്തതോടുകൂടി എത്യോപ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് അവസരം ലഭിച്ചു, ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ അനുവാദത്തോടുകൂടി എന്നതാണ് ഇത് നൽകുന്ന ഒന്നാമത്തെ പാഠം. മക്കയിലെ ഖുറൈശികളുടെ പീഡനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മുസ്ലിംകൾ എത്യോപ്യയിലേക്ക് പോകില്ല. അപ്പോൾ അങ്ങനെ പോയിട്ടില്ലെങ്കിൽ അത്ര വേഗം ഇസ്ലാം അവിടെ പ്രചരിക്കില്ല. പിന്നെയും വർഷങ്ങൾ എടുക്കുമായിരുന്നു അബസീനിയയിൽ ഇസ്ലാം എത്തിപ്പെടാൻ. അപ്പോൾ ഇസ്ലാമിന്റെ പ്രബോധനം അബസീനിയയിൽ വളരെ വേഗത്തിലാക്കിയതിൽ ഈ ഹിജ്റ വലിയ പങ്ക് വഹിച്ചു. മറ്റൊരർത്ഥത്തിൽ ഖുറൈശികളുടെ പീഡനം ഇസ്ലാമിന്റെ പ്രബോധനത്തിന് സഹായകരമായി തീർന്നു എന്ന് നമുക്കതിനെ വായിക്കാവുന്നതാണ്. രണ്ടാമത്തേത്, ഖുറൈശികൾ മുസ്ലിംകളുടെ പിന്നാലെ ചെന്നു. ഒരു സംഘം രക്ഷപ്പെട്ടു പോയെങ്കിൽ അവർ പോകട്ടെ, ബാക്കിയുള്ളവരെ പീഡിപ്പിക്കാം എന്നല്ല ഖുറൈശികൾ തീരുമാനിച്ചത്. മറിച്ച് അവര് എത്യോപ്യയിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പീഡനം സഹിക്കവയ്യാതെ രക്ഷപ്പെട്ടു പോയവരെ പിന്തുടരുകയാണ് നമ്മൾ. അവരെ വിട്ടേക്കുക, അവരെവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് വെച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? രാജാവിന്റെ കൊട്ടാരത്തിൽ മന്ത്രിമാരുടെയും ക്രൈസ്തവ പാതിരിമാരുടെയും മുമ്പിൽ ഇസ്ലാമിനെ മനോഹരമായി അവതരിപ്പിക്കുവാൻ ജഅഫർ റളിയല്ലാഹു
റളിയല്ലാഹുവിന് അവസരം ലഭിക്കുമായിരുന്നില്ല. എത്യോപ്യയിലെത്തിയ മുസ്ലിങ്ങൾ കുറച്ച് കച്ചവടം ചെയ്ത്, കുറച്ച് കൃഷി ചെയ്ത് എത്യോപ്യയുടെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ അങ്ങനെ ജീവിച്ചു പോകുമായിരുന്നു. പക്ഷെ ഖുറൈശികൾ പിന്തുടർന്ന് ചെന്നതുകൊണ്ട് അവരവിടെ എത്തിയ ഏതാനും ദിവസങ്ങൾക്കകം ഇത്രയും രാജ്യത്തെ ഏറ്റവും ഉയർന്ന സദസ്സിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ അവസരമുണ്ടായി. പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിന് അനുകൂലമായി തീരുന്നത്, എങ്ങനെയാണ് ഇസ്ലാമിന് അനുകൂലമാക്കി തീർക്കേണ്ടത് എന്ന പാഠമാണ് ഇത് നമുക്ക് നൽകുന്നത്. അത് ഖുറൈശികളുടെ സഹായം കൊണ്ടാണ് പ്രധാനമായിട്ടും സാധ്യമായത്. മുസ്ലിങ്ങൾ ഒതുങ്ങിക്കഴിയാതെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നെത്തി. മൂന്നാമത്തെ പാഠം, ഈ സംഭവത്തിന് ശേഷം ക്രൈസ്തവ പാതിരിമാർ കൂടിയാലോചിച്ചു. ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടല്ലോ മക്കയിൽ, നമ്മളെ നിന്ന് വ്യത്യസ്തമായ ഒരു മതമാണല്ലോ അവർ പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ കാണണം, സംസാരിക്കണം. അതിനുവേണ്ടി 20ഓളം ക്രൈസ്തവ പണ്ഡിതന്മാർ എത്യോപ്യയിൽ നിന്ന് മക്കയിലേക്ക് വന്നു. അവരുടെ ദൗത്യം മുഹമ്മദ് നബിയെ കാണുക, സംസാരിക്കുക, വേണമെങ്കിൽ മുഹമ്മദ് നബിയുടെ ആശയത്തെയൊക്കെ പൊളിക്കുക. ഈ ഒരു ദൗത്യവുമായിട്ടാണ് 20 ക്രൈസ്തവ എത്യോപ്യയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നത്. അവർ മക്കയിൽ വന്നു, കാബയുടെ അടുത്ത് വെച്ച് നബിയെ കണ്ടു, പരസ്യമായി തന്നെ നബിയോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ക്രൈസ്തവ മുസ്ലിം സംവാദം അവിടെ നടന്നു. നബിയോട് അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഓരോ ചോദ്യത്തിനും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകി. അവർക്ക് നബി ഖുർആൻ ഓതിക്കൊടുത്തു. ഖുർആൻ ആയത്തുകൾ കേട്ടപ്പോൾ ആ പണ്ഡിതന്മാരുടെ കണ്ണുകൾ നിറഞ്ഞു. അതിന്റെ അനന്തരഫലം ആ ക്രൈസ്തവ പണ്ഡിതന്മാരുടെ ഇസ്ലാം സ്വീകരണമായി. ഏതൊരു ദൗത്യവുമായാണോ അവർ മക്കയിൽ വന്നത്, ആ ദൗത്യം മാറ്റിവെച്ച് അവർ പ്രവാചകന്റെ ക്ഷണം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറയിലെ 200-ാമത്തെ ആയത്തിൽ ഈ സംഭവം വിശദീകരിക്കുന്നു. അവരെല്ലാവരും ആയത്തിൽ ഉലമാഉ ബനീ ഇസ്രായീൽ വലനസ്സൽനാഹു അലാ ബഅദിൽ ആശരീന ഫഖറഉ അലൈഹിം മാ കാനൂ ബിഹി മുഅ്മിനീൻ കദാലിക സലത്നാഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. അവരെല്ലാവരും ആയത്തിൽ ഉലമാഉ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ വംശത്തിലെ പണ്ഡിതന്മാർ ഈ സത്യം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത് ഖുറൈശികൾക്കൊരു പാഠമല്ലേ എന്ന് ചോദിക്കുന്നു. നിങ്ങളെന്തായി സ്വീകരിക്കാത്തത്? നിങ്ങൾക്കെന്തായി സത്യം ബോധ്യപ്പെടാത്തത്? എത്ര അകലെ നിന്ന് വന്ന എത്യോപ്യൻ പണ്ഡിതന്മാർ നിങ്ങളുടെ കൺമുമ്പിലല്ലേ ഇസ്ലാം സ്വീകരിച്ചത്? അവർക്ക് സത്യം ബോധ്യപ്പെട്ടത് നിങ്ങൾ കണ്ടില്ലേ? ഈ ചോദ്യം ഖുറൈശികളുടെ മുമ്പിൽ ഖുർആൻ ഉയർത്തുന്നു സൂറത്ത് ശുഅറയിൽ. ഇത് ഈ ചരിത്ര സംഭവത്തെയാണ്. ഇസ്ലാമിന്റെ വളർച്ചയിൽ നിർണായകമായ ഒരു പങ്കാണ് അബിസീനിയൻ പലായനം വഹിച്ചത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ സംഭവം നടക്കുന്നത് ഖുറൈശികളുടെ മുമ്പിലാണ്. കാരണം വിദേശത്ത് നിന്ന് വന്ന ഒരു ദൗത്യബന്ധവും തങ്ങൾ നിരന്തരമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദും തമ്മിൽ കാബയുടെ തെരുവിൽ പരസ്യമായി നടക്കുന്ന ഒരു സംവാദം കാണാൻ ഖുറൈശി നേതാക്കളെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു. അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, വേദമറിയുന്നവരാണ്, പണ്ഡിതന്മാരാണ്, ഞങ്ങളെപ്പോലെയല്ല, അതുകൊണ്ട് ഇവർ മുഹമ്മദിനെ തോൽപ്പിക്കും. അത് കാത്തിരിക്കുകയാണ് അബൂജഹൽ ഉൾപ്പെടെയുള്ളവർ. അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംഭവിച്ചത് ഖുറൈശികളെ അത്ഭുതപ്പെടുത്തിയും ഖുറൈശികളെ നിരാശരാക്കിയും ആ പണ്ഡിതന്മാരുടെ ഇസ്ലാം സ്വീകരണം. അതോടുകൂടി ഖുറൈശികൾ ഇളകി വശായി. ഖുറൈശികൾ അത്യന്തം പ്രകോപിതരായി. അവർ ആ എത്യോപ്യൻ പണ്ഡിതന്മാരെ വളഞ്ഞു വെച്ചു. അബൂജഹൽ അവരെ ശകാരിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അവരെ പ്രകോപിപ്പിക്കുന്ന സ്വഭാവത്തിൽ അബൂജഹൽ ഒരുപാട് സംസാരിച്ചു. പക്ഷേ അബൂജഹലിന്റെ പ്രകോപനത്തിലൊന്നിലും ആ എത്യോപ്യൻ പണ്ഡിതന്മാർ വീണില്ല. അബൂജഹൽ ഒരുക്കിയ ഖുറൈശികൾ ഒരുക്കുന്ന വാരിക്കുഴി തിരിച്ചറിയാൻ ആ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞു എന്നതാണ്. അബൂജഹൽ അവരോട് ചോദിച്ചു, മുഹമ്മദിനെ കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് വിവരം തിരിച്ചു ചെന്ന് നൽകാനുമല്ലേ നിങ്ങളയച്ചത്, എന്നിട്ട് നിങ്ങളിപ്പോ മുഹമ്മദിന്റെ ആളുകളായോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പരിഹാസം തുടങ്ങിയത്. കടുത്ത ഭാഷയിലുള്ള വിമർശനവും പരിഹാസവുമാണ്. പക്ഷേ അതൊരു തന്ത്രമാണ് എന്ന്
എത്യോപ്യൻ പണ്ഡിതർക്ക് മനസ്സിലായി. അതൊരു വായ്മൊഴിയാണ്, തങ്ങളെ വീഴ്ത്താനുള്ള ഒരു കെണി. അബൂജഹലിന്റെയും ഖുറൈശികളുടെയും ലക്ഷ്യം ഈ പണ്ഡിതന്മാരുമായി വാക്കേറ്റമുണ്ടാക്കി, തർക്കമുണ്ടാക്കി ഒരു കലഹത്തിന് കോപ്പ് കൂട്ടുക. അങ്ങനെ ഒരു കലഹം അവിടെ നടന്നാൽ വളരെ എളുപ്പത്തിൽ പ്രചരിപ്പിക്കാം. മറുനാട്ടുകാർ, എത്യോപ്യക്കാർ മക്കയിൽ വന്ന് കലഹമുണ്ടാക്കി എന്ന്. ഈ ലക്ഷ്യമായിരുന്നു അബൂജഹലിന്റെ മുമ്പിലുണ്ടായത്. അതാണ് എത്യോപ്യൻ പണ്ഡിതർ തിരിച്ചറിഞ്ഞത്. വിശുദ്ധ ഖുർആൻ സൂറ അൽ-ഖസസിലെ 52 മുതൽ 55 വരെയുള്ള ആയത്തുകളിൽ ആ ചരിത്ര സംഭവം വളരെ മനോഹരമായി നമുക്കെല്ലാവർക്കും എല്ലാ കാലത്തേക്കും പഠിക്കാനും പകർത്താനും ഒരുപാട് ആശയങ്ങളുള്ള ഗംഭീരമായ സൂക്തങ്ങളിലൂടെ നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലദീന ആതൈനാഹുൽ കിതാബ മിൻ ഖബ്ലിഹി ഹും ബിഹി യുമിനൂൻ വഇദാ യുത്ലാ അലൈഹിം ഖാലൂ ആമന്നാ ബിഹി ഇന്നഹുൽ ഹഖ്ഖു മിൻ റബ്ബിനാ ഇന്നാ കുന്നാ മിൻ ഖബ്ലിഹി മുസ്ലിമീൻ. നാം വേദം നൽകിയിട്ടുള്ളവർ, ഇതിനു മുമ്പേ വേദം നൽകിയിട്ടുള്ളവർ, ഇഞ്ചീലും തൗറാത്തും നൽകിയിട്ടുള്ളവർ, അവർ ഈ വിശുദ്ധ ഖുർആനിലും വിശ്വസിക്കുന്നവരാകുന്നു. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും കയ്യിലൂടെ വന്ന വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചിട്ടുള്ള ആ സമൂഹം ഇപ്പോൾ വന്ന ഖുർആനിലും വിശ്വസിക്കുന്നവരാകുന്നു. അത് എത്യോപ്യൻ പണ്ഡിതന്മാരെ പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ടാണ്. ഈ ഖുർആൻ പുസ്തകങ്ങൾ അവരുടെ മുമ്പിൽ ഓടിക്കേൾപ്പിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ആമന്നാബിഹി, ഞങ്ങൾ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇതിനു മുമ്പേ മുസ്ലിംകളാണ്. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും അനന്തരാവകാശികൾ എന്ന അർത്ഥത്തിൽ ഞങ്ങൾ മുമ്പേ മുസ്ലിംകളാണ് എന്നവർ പറഞ്ഞു. അവർക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ 2 തവണയായി 2 ഘട്ടമായിട്ട് അവർക്ക് പ്രതിഫലമുണ്ട്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അവർക്ക് ഇരട്ട പ്രതിഫലം ലഭിക്കുന്നത്, ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നത്? ബിമാ സ്വബറു, ഒന്നവരുടെ ക്ഷമക്കുള്ള പ്രതിഫലമാണ്. അവർ തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിച്ചത്, അതിനുള്ള പ്രതിഫലമാണത്. അവരുടെ ഗുണം, അവരുടെ വിശേഷണങ്ങൾ, അവരുടെ സവിശേഷത എന്താണ്? ഒന്ന്, അവർ ക്ഷമ കൈക്കൊണ്ടു, സഹനം അവലംബിച്ചു. 2, അവർ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചു. അതുകൊണ്ട് അവർക്ക് ഇരട്ട പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ ഇരട്ടി പ്രതിഫലമുണ്ട്. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു. അനാവശ്യമായ തങ്ങളുടെ യഥാർത്ഥ ദൗത്യത്തിൽ നിന്ന് തങ്ങളെ വഴിതെറ്റിക്കുന്ന എന്ത് അനാവശ്യം കണ്ടാലും, ലാഭവും എന്തൊരു തരത്തിലുള്ള വഴിതെറ്റിക്കുന്ന കാര്യം കണ്ടാലും, ആ ലഹുവിൽ നിന്ന്, ആ അനാവശ്യ കാര്യത്തിൽ നിന്ന് അവർ വഴിമാറിപ്പോകും, പിന്തിരിഞ്ഞു പോകും. കാലുകൊണ്ടിട്ട് അവർ പ്രഖ്യാപിക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പ്രവർത്തന പദ്ധതിയുണ്ട്, ഒരു അജണ്ടയുണ്ട്. വലക്കുമാർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ടയുണ്ട്. നിങ്ങളുടെ അജണ്ട കൊണ്ട് ഞങ്ങളുടെ അജണ്ടകളെ അട്ടിമറിക്കാം എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ലനാമാലിനാവലക്കും സലാമിനാലേക്കും ലാലത്തും തടയിച്ചാക്കുകയും അവിവേഹികളുടെ വ്യക്തികളുടെ വഴി ഞങ്ങൾ തെരഞ്ഞെടുക്കില്ല. സലാം, നിങ്ങൾക്ക് നിങ്ങളുടെ പണിയുമായി പോകാം, അത് വെച്ചിട്ട് ഞങ്ങളെ കെണിയൊരുക്കി പിടിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇത് എത്യോപ്യൻ പണ്ഡിതന്മാർ ഖുറൈശികളോട് പറഞ്ഞ മറുപടിയാണ്. സമകാലിക ലോകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തിലേക്കാണ് ഖുർആൻ ഇതുവഴി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്താണ് എത്യോപ്യൻ പണ്ഡിതരുടെ നിലപാടിനെ പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത്? ഒന്ന്, സഹനം, ക്ഷമ. രണ്ടാമത്തേത്, നന്മ കൊണ്ടുള്ള പ്രതിരോധം. ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പീഡന കർമ്മങ്ങളും സഹിച്ചു കഴിയുന്നതിന്റെ പേരല്ല ക്ഷമ എന്ന് പറയുന്നത്. പീഡനങ്ങളെയും മർദ്ദനങ്ങളെയും പ്രയാസങ്ങളെയും നന്മകൾ കൊണ്ട് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് നാം സഹനം എന്ന് പറയുക. നന്മ കൊണ്ട് തിന്മകളെ, പ്രയാസങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് ക്ഷമയെന്നും സഹനമെന്നും പറയുക. അതാണ് അവരുടെ സവിശേഷതയായിട്ട് ഒന്നാമത് പറയുന്നത്. രണ്ടാമത്, ആ പ്രതിരോധം നിങ്ങൾ തീർക്കേണ്ടത് തത്തുല്യമായ തിന്മ കൊണ്ടല്ല, മറിച്ച് നന്മ കൊണ്ടാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ ദൗത്യം എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അബൂജഹൽ എത്യോപ്യൻ പണ്ഡിതരെ പ്രകോപിപ്പിച്ചു. ഈ ചരിത്രം നമ്മളോട് പറയുന്നു, നിങ്ങൾ നിരന്തരമായ പ്രകോപനങ്ങളെ കരുതിയിരിക്കണം. പ്രകോപനങ്ങൾ വായുകുഴികളായി നിങ്ങളുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. വിമർശനങ്ങൾ പരിഹാസങ്ങളായി നിങ്ങളുടെ മുമ്പിൽ അത് വന്നുകൊണ്ടേയിരിക്കും.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ നമ്മളെ ഉയർത്തുന്നത്. വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും, പരിഹാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അന്നത്തെ കാലഘട്ടത്തിൽ അബൂജഹലിന്റെ ശകാരവർഷങ്ങളിലൂടെയായിരുന്നെങ്കിൽ, അബൂലഹബും ഭാര്യ ഉമ്മുജഹലും കല്ലും മുള്ളും വഴികളിൽ വിതറിക്കൊണ്ടാണെങ്കിൽ, കവികളുടെ പരിഹാസ ശരങ്ങളായിരുന്നുവെങ്കിൽ, കാലങ്ങൾ മാറുമ്പോൾ, മാധ്യമങ്ങൾ മാറുമ്പോൾ, ടെക്നോളജി വികസിക്കുമ്പോൾ അതിന്റെ രൂപത്തിലും ശൈലിയിലും ഭാവത്തിലും ഉള്ളടക്കത്തിലും മാറ്റം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിന്റെ ലക്ഷ്യവും അതിന്റെ പൊതു സ്വഭാവവും ഒന്നായിരിക്കും എല്ലാ കാലഘട്ടത്തിലും. അതുകൊണ്ടാണ് പ്രവാചകനെ പരിഗണിച്ച് കവിത ചൊല്ലിയവരിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ പ്രവാചകനെയും ഇസ്ലാമിനെയും പരിഗണിക്കുന്ന കാർട്ടൂണിസ്റ്റുകളിലേക്കും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരിലേക്കും സിനിമ എടുക്കുന്നവരിലേക്കുമൊക്കെ എത്തുമ്പോൾ അതിന്റെ ലക്ഷ്യവും സ്വഭാവവും ഒരേപോലെയാണ്. നിങ്ങൾ ആ ചരിത്രം പഠിക്കുക, വർത്തമാനത്തെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും. ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാകും, ഉപയോഗിക്കുന്ന മീഡിയ മാറിയിട്ടുണ്ടാകും, പക്ഷേ ഉള്ളടക്കം ഒന്നാണ്. അതുകൊണ്ടാണ് ഈ ചരിത്രത്തെ ഖുർആൻ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ സിനിമകളിലൂടെ, ലേഖനങ്ങളിലൂടെ, കാർട്ടൂണുകളിലൂടെ, പ്രവാചക നിന്ദ ചോദ്യപേപ്പറുകളിലൂടെ, പ്രസ്താവനകളിൽ അത്യന്തം പ്രചോദനകരമായ പ്രസ്താവനകളിലൂടെ ഇത് നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കും. ആ പ്രചോദനങ്ങളുടെ എല്ലാം ലക്ഷ്യമെന്താണ്? ആ വർത്തമാനങ്ങളുടെ മുഴുവൻ ലക്ഷ്യമെന്താണ്? നബിയെ നിന്ദിക്കലല്ല, ഇസ്ലാമിനെ പരിഗണിക്കലല്ല, മുസ്ലിം സമൂഹത്തെ അപമാനിക്കലല്ല. അതിന്റെ എല്ലാം ലക്ഷ്യം മുസ്ലിം സമൂഹത്തെ പ്രകോപിതരാക്കുക എന്നതാണ്. ആരെങ്കിലും ഒരു സിനിമ എടുത്താൽ മുഹമ്മദ് നബി നിന്ദിക്കപ്പെടുന്നു, ആരെങ്കിലും ഒരു കാർട്ടൂൺ വരച്ചാൽ ഇസ്ലാം തകർന്നു പോകുമോ? ഇസ്ലാമിന്റെ പ്രതാപത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? മുഹമ്മദ് നബിയും ഖുർആനും ഇസ്ലാമും ഒന്നും ലോകത്ത് യുദ്ധത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്, അതിന്റെ തല ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്, അത് ലോകത്തെ അടയ്ക്കുവായിട്ടുള്ളത് ആരുടെയും പ്രശംസാവചനങ്ങൾ കൊണ്ടായിരുന്നില്ല. അതതിന്റെ ആദർശത്തിന്റെ കരുത്തുകൊണ്ടും അതേറ്റുവാങ്ങിയ സമൂഹത്തിന്റെ ത്യാഗനിർഭരം വിശുദ്ധവുമായ ജീവിതം കൊണ്ടുമായിരുന്നു. അതിന്റെ നിലപാടുകൾ കൊണ്ടായിരുന്നു ഇസ്ലാം ഏത് കാലഘട്ടത്തിലും മുന്നോട്ട് പോയിട്ടുള്ളത്. വിജ്ഞാനത്തിന്റെ കരുത്ത് കൊണ്ടാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ലോകത്തെ കെട്ടിപ്പുറത്തിട്ടുള്ള ഉജ്ജ്വലമായ ഒരു നാഗരികത കൊണ്ടും സംസ്കാരം കൊണ്ടുമാണ് ഇസ്ലാം ലോകത്തെ കീഴടക്കി മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ആരുടെയെങ്കിലും ഒരു വാക്കുകൊണ്ട്, ഒരു പേരക്കൊമ്പ് കൊണ്ട്, ഒരു നാവുകൊണ്ട് അതിനൊന്നും ഏൽക്കില്ല, അതിനൊന്നും സംഭവിക്കില്ല. അങ്ങനെ പോകുന്നതാണോ മുഹമ്മദ് നബി? ഒരു വാക്കുകൊണ്ട് വീഴ്ത്താൻ കഴിയുന്നതാണോ നബിയുടെ ഇസ്സത്ത്, ഇസ്ലാമിന്റെ ഇസ്സത്ത്? അല്ല. അപ്പോൾ ലക്ഷ്യം അതല്ല. ലക്ഷ്യം മുസ്ലിം സമൂഹത്തെ പ്രകോപിതരാക്കുക എന്നതാണ്. ആ പ്രകോപനത്തിന്റെ ഏറ്റവും വൃത്തികെട്ട ഉദാഹരണങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ കയ്യിലതുണ്ട്. നമ്മൾ അതിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഓരോ ആളൊരു കമന്റ് ഇറക്കിയിട്ടുണ്ടാവും. ഒരു പ്രസംഗം എവിടെയോ ഏതോ ഒരു കുഗ്രാമത്തിൽ അതിന് വമ്പിച്ച മീഡിയ കവറേജ് കൊടുക്കും. അവിടേക്ക് ദിശ പറഞ്ഞു, ഇവിടേക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രസ്താവനകൾ, ഒന്നുമല്ലാത്ത ഏതൊക്കെയോ വ്യക്തികൾ കുഗ്രാമങ്ങളിൽ നടത്തുന്ന പ്രസ്താവനകൾക്ക് നമ്മളാണ് ശരിക്കും പ്രചാരം കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിന്റെ പുറകെ കൂടുന്നു, അതിന് മറുപടി പറയാൻ പോകുന്നു. അതാണ് ഏറ്റവും വലിയ വിഷയമെന്ന് നമുക്ക് തോന്നുന്നു. നമ്മുടെ അജണ്ട അതിനെ എതിർക്കലായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. അജണ്ടകൾ അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല പലപ്പോഴും. കേട്ടാൽ നമ്മൾ സാധാരണ പറയാ അനാവശ്യ വർത്തമാനം എന്നാണ്, കളിയും തമാശയും എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ ആ വാക്കിന് നൽകിയിരിക്കുന്ന അർത്ഥം വല്ലാതെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അതിലൊന്ന് മതനിന്ദ എന്നാണ്. ലഹു എന്ന് പറഞ്ഞാൽ മതനിന്ദ, പരിഹാസം, അപമാനിക്കൽ, ചീത്ത പറയൽ, ഇതാണ് ലഹു. അത് ഇസ്ലാമിനെ നിന്ദിക്കുന്ന, പ്രവാചകനെ നിന്ദിക്കുന്ന കാര്യം ലഹുവാണ്. അവരുടെ അറിവിന്റെ പിന്നാലെ കൂടിയിട്ട് അതെവിടെയെങ്കിലും എത്തിക്കാൻ തീരുമാനിക്കുകയല്ല ചെയ്യുക. മറിച്ച് അവർ പറയുന്നത് പറയട്ടെ, അവർ വഴി മാറിപ്പോകും. അതൊരു വലിയ വിവാദമായി മാറിയാൽ ആ വിവാദത്തെ കൊഴുപ്പിക്കുന്നതിന് പകരം ആ അവസരത്തെ ഏറ്റവും ക്രിയാത്മകമായിട്ട് അവർ ഉപയോഗപ്പെടുത്തും. അതിന് മുഖം കൊടുക്കില്ല, അതിന് നിലനിൽപ്പിക്കില്ല. അവരതിൽ നിന്ന് മുഖം തിരിച്ചു പോരും. എന്നിട്ടോ അവർ അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും. യൂറോപ്പിൽ
പ്രവാചക നിന്ദ കാർട്ടൂണുകൾ പ്രചരിച്ച ഒരു സമയത്ത് പലരും തെരുവിലിറങ്ങുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ യൂറോപ്പിലെ ഒരു സംഘം മുസ്ലിം യുവാക്കൾ ചെയ്തത് ഒരു ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളും സീഡികളും ലഘുലേഖകളും അടങ്ങുന്ന ഒരു ചെറിയ കിറ്റ് തയ്യാറാക്കി. ആ കിറ്റും കൊണ്ട് അവർ പോയത് പള്ളികളിലേക്കോ മതപ്രഭാഷണം നടത്തുന്ന സ്ഥലത്തേക്കോ അല്ല, യൂറോപ്പിലെ സമ്പന്നമായ ഫുട്ബോൾ മൈതാനങ്ങളിലേക്കായിരുന്നു. അവിടെ ലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ഈ കിറ്റുകൾ വിതരണം ചെയ്തു. ആ വിവാദം കൊടുത്തിരിക്കേണ്ട സമയമായതുകൊണ്ട് അത് കിട്ടിയവരിൽ പകുതിയിലേറെ ആളുകൾ അതിൽ സൂക്ഷ്മമായി വായിക്കുകയും പഠിക്കുകയും ചെയ്തു. അതാണ് ശരിക്കും ക്രിയാത്മകമായ പ്രതിരോധം എന്ന് പറയുന്നത്, തിന്മക്കെതിരായ നന്മ കൊണ്ടുള്ള പ്രതിരോധം എന്ന് പറയുന്നത്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറയുന്നത്. തിന്മയെ തത്തുല്യമായ തിന്മ കൊണ്ട് പ്രതിരോധിക്കാൻ നമ്മൾ ആവശ്യമില്ലല്ലോ. ഇതിനെന്തിനാ നമ്മൾ ഇസ്ലാം മുസ്ലിങ്ങൾ അബൂജഹലിന്റെ അതേ ശൈലിയിൽ അബൂജഹലിന് മറുപടി പറയാനാണെങ്കിൽ പിന്നെ അബൂബക്കറിന് ഇസ്ലാം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എവിടെയാണ് അബൂജഹലും അബൂബക്കറും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്? അത് അബൂജഹലിന്റെ വൃത്തികെട്ട ഭാഷയിലും ശൈലിയിലും നിന്നും മാറി അതിനേക്കാൾ ഉയർന്ന ഒരു സാംസ്കാരിക നിലവാരത്തിൽ ക്രിയാത്മകമായി അബൂജഹലിന്റെ വിമർശനങ്ങളെ മറികടക്കാൻ കഴിയുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖായിട്ട് മാറുന്നതിന്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിമായതിന്, പ്രവാചകന്റെ അനുയായിയായതിന് അർത്ഥമുണ്ടാകുന്നത്. അബൂജഹലിന്റെ ഭാഷയിൽ നിന്ന് മാറി നിൽക്കുന്ന അബൂജഹലുമാരാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യം നമ്മൾ ഉയർത്തണം, നമ്മൾ സ്വയം ചോദിക്കണം. ശരിക്കും ഇത്തരം പ്രകോപനങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മുടെ അജണ്ടകൾ അട്ടിമറിക്കാനുള്ളതാണ്. പ്രകോപിച്ച് തെരുവിലിറക്കുക, അക്രമം ചെയ്യിക്കുക, എന്നിട്ട് ആ അക്രമത്തിലേക്ക് മീഡിയയെ തിരിച്ചു നിർത്തുക, അതിന് ഒന്നിച്ച ഒരു കവറേജ് നൽകി അതിനെ പ്രചാരണായുധമാക്കുക. അപ്പോൾ ഇസ്ലാമോഫോബിയക്ക്, ഇസ്ലാമിനെ കുറിച്ച് പേടിക്ക് ഒരു തെളിവ് കിട്ടും. ആ തെളിവിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള വഴിയാണ് ശരിക്കും ഈ പ്രകോപനങ്ങൾ എന്ന് പറയുന്നത്. ആ പ്രകോപനമാണ് അബൂജഹൽ അങ്ങവിടെ മക്കയിൽ മുഴക്കിയത്. അതിനെയാണ് അന്നത്തെ എത്യോപ്യൻ പണ്ഡിതർ നേരിട്ടത്. എന്നിട്ട് അവർ പറഞ്ഞു, അബൂജഹൽ ലന അഅ്മാലുന, ഞങ്ങൾക്ക് ഞങ്ങളുടെ അജണ്ടയുണ്ട്. വലക്കും അഅ്മാലുക്കും, ഖുറൈശികളുടെ ലക്ഷ്യം എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. സലാമുൻ അലൈക്കും, ആ പരിപാടിക്ക് ഞങ്ങളില്ല. നിങ്ങൾ ഒരുക്കിയ ഈ കെണിയിൽ ഞങ്ങൾ വീഴില്ല. നമ്മുടെ അജണ്ടകൾ വ്യത്യസ്തമാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യം എന്താണ്? അത് നമ്മുടെ ആദർശത്തെ ജീവിതത്തിൽ പകർത്തലും അതിന്റെ പ്രബോധനവുമാണ്. അത് മാത്രം നടക്കുന്നില്ല, അതല്ലാത്തതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ലന അഅ്മാലുന, നമ്മുടെ മുഖ്യ ലക്ഷ്യത്തെ, നമ്മുടെ അജണ്ടയെ, നമ്മുടെ പ്രവർത്തനത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇത് ക്രൈസ്തവ പണ്ഡിതർ 14 നൂറ്റാണ്ട് മുമ്പ്, 1420 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകയാണ്. ഇപ്പോഴും നമ്മൾ അവിടേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. 5ാമത്തെ പാഠം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസൂത്രണ വൈഭവം. പ്രവാചകത്വത്തിന്റെ 5ാം വർഷമായ എത്യോപ്യയിലേക്കുള്ള ഹിജ്റ നടക്കുന്നത്. 8 വർഷം കഴിഞ്ഞ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. പിന്നെ ബദറും ഉഹുദും യുദ്ധങ്ങൾ നടന്നു. മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപപ്പെട്ടപ്പോൾ നേരത്തെ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ സഹാബികളെ എതിർക്ക് തിരിച്ചു വിളിക്കാമായിരുന്നു. 8 വർഷമായില്ല അവർ പോയിട്ട്. ഗൾഫിൽ പോയി 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോഴുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. സഹാബികൾ തിരിഞ്ഞിട്ട് 8 വർഷമായി. അവരെ നബിക്ക് മദീനയിലേക്ക് തിരിച്ചു വിളിക്കാമായിരുന്നു. നബി തിരിച്ചു വിളിച്ചിട്ടില്ല. ബദർ യുദ്ധം കഴിഞ്ഞു, ഖുറൈശികൾ പരാജയപ്പെട്ടു. അതിനുശേഷം എത്യോപ്യയിൽ നിന്ന് സഹാബികളെ തിരിച്ചു മദീനയിലേക്ക് കൊണ്ടുവരാമായിരുന്നു. അവരും ആഗ്രഹിക്കുന്നു, നബിയും ആഗ്രഹിക്കുന്നു ഒരുമിച്ച് ചേരാൻ. നബി അവരെ തിരിച്ചു വിളിച്ചില്ല. പിന്നെ ഉഹദ് കഴിഞ്ഞു, പിന്നെയും തിരിച്ചു വിളിച്ചില്ല. നബി എത്യോപ്യയിൽ നിന്ന് ആ സഹാബികളെ തിരിച്ചു മദീനയിലേക്ക് കൊണ്ടുവരുന്നത് മക്കം ഫത്ഹിനോടടുത്ത സന്ദർഭത്തിലാണ്. ഹിജ്റ 8ാം വർഷം. ഹിജ്റ 7ാമത്തെ വർഷം ഖൈബറിലെ സംഘട്ടനം കഴിഞ്ഞ് വിജയിച്ചു നിൽക്കുന്ന സമയത്ത്, മക്കം ഫത്ഹിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന സമയത്താണ് അവരെ തിരിച്ചു വിളിക്കുന്നത്. ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങളിൽ ഏതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സന്തോഷിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഖൈബറിലെ വിജയമാണോ എനിക്ക് സന്തോഷം തരുന്നത്, അതല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ജാഫറും സംഘവും ഇങ്ങോട്ട് തിരിച്ചു വന്നതാണോ എനിക്ക് ഇത്രയും സന്തോഷം തരുന്നത്. നബി അത്ര സന്തോഷിച്ചു അന്ന്. പക്ഷേ നബി അതിനെ ഏകദേശം 15 വർഷങ്ങൾ കാത്തിരുന്നു. എന്തിനു കാത്തിരുന്നു? മദീനയിലെ ആ
പഠിക്കേണ്ടത്. അഥവാ മദീനയിലെ ഇസ്ലാമിക സമൂഹം നശിപ്പിക്കപ്പെട്ടാലോ, തകർക്കപ്പെട്ടാലോ, അതെല്ലാം കൊല്ലപ്പെട്ടാലോ? അതിനുള്ള ശ്രമമാണല്ലോ അൻസാർ യുദ്ധത്തിലൊക്കെ നടക്കുന്നത്. അങ്ങനെ മദീനയിലെ ആ ചെറിയ ഇസ്ലാമിക സമൂഹം നശിപ്പിക്കപ്പെട്ടാൽ ഇസ്ലാമിന്റെ കൊടിയും ശബ്ദവും ലോകത്ത് ഉയർത്തുവാൻ ഒരു സംഘം അവിടെ ബാക്കിയുണ്ടാകണം. അവരെ നജ്ജാശിയുടെ മണ്ണിൽ നബി സുരക്ഷിതമാക്കി മാറ്റി നിർത്തിയിരിക്കുന്നു, ബാക്കി വെച്ചിരിക്കുന്നു. ഇത് നാളേക്ക് വേണ്ടിയുള്ള നബിയുടെ ഒരു സൂക്ഷിപ്പ് സ്വത്തായിരുന്നു, നബിയുടെ വലിയ ആസൂത്രണമായിരുന്നു അത്. ആ ആസൂത്രണത്തെ അനന്തരമെടുക്കുവാൻ ഇസ്ലാമിക സമൂഹത്തിന് കഴിയണം. ഏകദേശം 15 വർഷമാണ് നബി അവരെ കാത്തുവെക്കുന്നത്. നമ്മൾ എന്താണ് നാളേക്ക് വേണ്ടി കാത്തുവെക്കുന്നത്? നമ്മൾ എന്താണ് നാളേക്ക് വേണ്ടി ഒരുക്കുന്നത്? ഇന്നലെ നടന്ന സംഭവത്തോട് ഇന്ന് യോഗം ചേർന്ന് നാളെ പത്രക്കുറിപ്പുകൾ ഇറങ്ങുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു 10 വർഷത്തെ, 25 വർഷത്തെ, 50 വർഷത്തെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള എന്ത് ആസൂത്രണമാണ് ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിലുള്ളത്, ഇന്ത്യയിലെ ഇസ്ലാമിക സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആത്മവിമർശനപരമായ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരണം. അപ്പൊ നാളെയെ മുമ്പിൽ കണ്ട്, ഭാവിയെ മുമ്പിൽ കണ്ട് സ്വന്തം അജണ്ടകൾ പൂർത്തീകരിക്കാവുന്ന കർമ്മ പദ്ധതികളുടെ ആസൂത്രിതമായ ആവിഷ്കാരങ്ങൾക്ക് ഇത്തരം ചരിത്ര സംഭവങ്ങൾ നമുക്ക് പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ചരിത്രത്തെ പുതിയ കാലം മുമ്പിൽ വെച്ചുകൊണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് പുതിയ പ്രവർത്തന പദ്ധതികൾ രൂപപ്പെടുത്താനും നമ്മെ തുണക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാതു ഫീകും വഇയ്യായ ഫത്തഖൂൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കിതാബും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാ വൃത്തികേടുകളിൽ നിന്നും ജീർണതകളിൽ നിന്നും നാഥാനി ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സംരക്ഷണവും ക്ഷമയും ധൈര്യവും സമാധാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രയാസവും പീഡനവും അനുഭവിക്കുന്നവർക്ക് പടച്ചവരെ നീ സംരക്ഷണവും വിജയവും നൽകണേ നാഥാ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ മാർഗത്തിൽ യഥാർത്ഥ രൂപത്തിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവും വിശാലവീക്ഷണവും ദീർഘവീക്ഷണവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരണേ നാഥാ. ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ, ഞങ്ങളുടെ ശാരീരികമായ വിഷമതകൾ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പടച്ചവനെ അതെല്ലാം നീ ഞങ്ങൾക്ക് പരിഹരിച്ചു തരണേ നാഥാ. അല്ലാഹുവേ, ഇഹലോകത്ത് ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാനും പരലോകത്ത് നിന്റെ സ്വർഗത്തിന് അവകാശികളായി മാറാനും നീ ഞങ്ങളെ തുണക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയ